ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നടാൻ വേണ്ടി പുറപ്പെട്ടതാണ്. അപ്പോൾ ആ നടുന്നത് നിങ്ങളെയും കൂടി കാണിച്ചിട്ട് നടാന്ന് വിചാരിച്ചതാണ്. കപ്പയാണ് നടാൻ പോകുന്നത്. ഞാൻ ഇന്നലെ ചാക്കിൽ നട്ട കപ്പ വിളവെടുത്തിരുന്നു. ഞാൻ ചാനലിൽ ഇട്ടതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തോ അറിയില്ല. അത് വിളവെടുത്തപ്പോൾ എനിക്ക് നല്ല വിളവ് കിട്ടി. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ആവേശം കൂടി. അപ്പൊ ഇന്നലെ ഒരു കപ്പ വിളവെടുത്തതിന് ഇന്ന് 2 കപ്പ നടണം എന്ന് വിചാരിച്ച് വാശിയോട് കൂടി ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ ഇന്ന് കപ്പ നടാൻ പോവുകയാണ്. നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ നട്ടോളൂ. അതിനു വേണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. എന്നാ ഓക്കെ, വരി. ഞാനിത് സിമന്റ് ചാക്കിലാണ് കപ്പ നടാൻ പോകുന്നത്. സിമന്റ് ചാക്കി നമുക്ക് എവിടുന്നും കിട്ടും. സിമന്റ് പണിയുള്ള വീട്ടിൽ പോയാൽ ഇതുണ്ടാവും. ഇങ്ങനെ അട്ടിക്കട്ടി കെട്ടി വെച്ചിട്ട് പോലെ, അതുകൊണ്ട് ബുദ്ധിമുട്ടാവില്ല. അപ്പൊ ഇങ്ങനെ കൃഷി എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ചാക്കൻ എടുക്കുന്നത് നന്നായിട്ട് അതിന്. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ഇതാ 2 അറ്റം കെട്ടുക. ഈ 2 അറ്റം കെട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ റൗണ്ടിൽ നിൽക്കും, അല്ലെങ്കിൽ അങ്ങ് ചെരിഞ്ഞു വീണു. അപ്പൊ 2 അറ്റും കെട്ടിയിട്ട് അങ്ങ് മറിച്ചിടുക. ഹോൾസും വേണം കേട്ടോ, ഹോൾസ് നിർബന്ധം. ഇതാ മറിച്ചിട്ടതാണ് ഇത്. മറിച്ചിട്ട് പിന്നെ ഇത് മറിച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും നിറച്ച് കഴിഞ്ഞാൽ ഇത് സിമെന്റ് ചാക്കാനൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം എല്ലാം ഒരേ കളറാണ്, വെളുപ്പ് കളറ്. അപ്പൊ ഞാൻ ഇതിന് ഫസ്റ്റ് തന്നെ ഞാൻ ഇത് കേട്ടെ കരിയില. ഇന്നലെ ഞാൻ ചാനൽ ഇട്ടിരുന്നു എൻ്റെ കപ്പ വിളവെടുത്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തോ അറിയില്ല. അതിൽ ഞാൻ കരിയിലിട്ടുണ്ടാക്കിയ കപ്പയാണത്. നിറയെ നന്നായിട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്ന് 2 3 ഒക്കെ നടാൻ പോകും. അപ്പം അതിൽ കരിയിൽ നോക്കട്ടെ. കരിയില കണ്ടോ, ഇത് ഞാൻ റോഡ് അടിച്ചു വാരി കൊണ്ടുപോയിട്ടതാണ്. നമ്മൾ എന്തെങ്കിലും നടണമെങ്കിൽ അങ്ങനൊക്കെ വേണം, കുറച്ചൊക്കെ റിസ്ക് എടുക്കണം. പിന്നെ താല്പര്യമുള്ളവർക്ക് ഇതിനൊക്കെ ആവുള്ളൂ. പക്ഷെ നടണം താല്പര്യം ഉള്ളവർ കരിയിലെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, എന്തെങ്കിലും ചീരയുണ്ടോന്നുള്ളത്. കൊണ്ടിയൊക്കെ എടുത്തങ്ങ് മാറ്റാം. ചാക്ക് ചീരി അതിലൊക്കെ ഉണ്ട്, റോഡ് സൈഡായിട്ട്. അമർത്തുക. എത്രത്തോളം നമുക്ക് അമർത്താൻ കഴിയുന്നു അത്രത്തോളം അമർത്തുക. ഈ കരിയിലൊക്കെയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നല്ലൊരു വള ഇത്. പിന്നെ നമുക്ക് എല്ലാ സ്ഥലവും വൃത്തിയാവും. കരിയിലോട് കോരിക്കൊണ്ടുവരികയില്ല. പണ്ടൊക്കെ ആൾക്കാരിത് കത്തിക്കലേ. ഇപ്പോൾ ഞാനിങ്ങനെ കൃഷി ചെയ്തെന്ന് കണ്ടിട്ട് ഈ ഭാഗത്തുള്ളവരെല്ലാം കരിയില സ്വരൂപിക്കുക. എത്രയോ ആളെന്നോട് വീഡിയോ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കരിയിലിട്ടാണ് ഇപ്പം കൃഷി ചെയ്യുന്നത്. നല്ല വൃത്തിയുണ്ടാവും, മിറ്റും പരിസരവും ഒക്കെ. ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ. ഇടയ്ക്കിടയ്ക്ക് മണ്ണിടണം. മണ്ണ് ഞാൻ കൊണ്ടുപോയി വെച്ചതാ. ലെവലില്ല. ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. ഇതിനെല്ലാം വളമാക്കി മാറ്റുന്നത്. അപ്പം നനവും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കരിയിലൊന്നും നിങ്ങൾ കാണൂല, ഒക്കെ മണ്ണായി. അപ്പോൾ കുറേ കരിയിലിട്ട് പിന്നെ കുറച്ച് മണ്ണിട്ട് വീണ്ടും കരിയില്ല. നമുക്ക് കപ്പക്ക് ഇത്ര ഐറ്റൊന്നും വേണ്ട കേട്ടോ. ഇന്നലെ ഇപ്പം ഞാൻ കപ്പ വിളവെടുത്തപ്പോൾ അത് പഠിച്ചത്. ഇത്രയൊന്നും ഐറ്റ് വേണ്ട.
വേണ്ടത് വിസ്താര. ഇങ്ങനെ വിസ്താരത്തിലുണ്ടെങ്കിൽ കുഞ്ഞിന് പണിയെടുക്കാനാവുന്നില്ല. ഇങ്ങനെ വിസ്താരത്തിലുണ്ടെങ്കിൽ കപ്പക്ക് ഇങ്ങനെ പരന്നുണ്ടാവും, അടിയിലോട്ട് ഒരിക്കലും പോവില്ല. അപ്പൊ നമ്മൾ അഴിച്ച് വെറുതെ പരപ്പാ വേണ്ടി പരന്നങ്ങിക്കണം. ഞാൻ കുറച്ച് വെണ്ണീരിട്ടെ. എല്ലാം എൻ്റെ അടുത്ത് സ്റ്റോക്കാ. വെണ്ണീര്, ചായപ്പൊടി, ചണ്ടി, ചാണകം. എന്തെങ്കിലും കൃഷി എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും. മണ്ണ് വരെ സ്റ്റോക്കാണ്. അമർത്തുക. കുറേ കഴിയുമ്പോണ്ടല്ലോ നമ്മൾ എത്ര ഫുള്ളാക്കി ഇട്ടാലും കുറച്ചങ്ങ് ഇരിക്കും. നമ്മൾ നനച്ച കഴിയുമ്പോൾ അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ കുറേ കരിയിലിട്ട് കുറച്ച് മണ്ണിട്ട് വീണ്ടും കുറേ കരിയിലിട്ട് എല്ലാം കൂടെ ലെവൽ ചെയ്ത് അമർത്തി പിന്നെ കുറച്ച് വെണ്ണീരിട്ട് കുറച്ച് മണ്ണിട്ട് ഞാൻ കുറച്ചും കൂടെ കരിയിലിട്ടു കേട്ടോ. എൻ്റെ പൂക്കളൊന്ന് കണ്ടോളി. വെറും കപ്പ നടുന്ന് കണ്ട് മടുക്കുന്നവർക്ക് കപ്പ നടാൻ പോവാ. ഇത് ഒരു തരം വെള്ള കപ്പയാ. കമ്പും ഇതും ഒരു വെള്ള കളറാണ്. ഇതിൽ കപ്പ കിഴങ്ങും വെള്ളയാ. ഭയങ്കര ടേസ്റ്റാ. ആ ടേസ്റ്റ് കാരണം എൻ്റെ ഇത് തോട്ടത്തിൽ നട്ടതൊക്കെ എലി തിന്ന് തീർത്തത്. അപ്പൊ ഞാൻ അതിന്റെ കമ്പ് കൊണ്ടൊന്ന് സൂക്ഷിച്ച് വെച്ചതാ നടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലാവുമ്പോ എനിക്ക് കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യതാ, ഈ ഒരു സാധനം മേലോട്ടായിരിക്കണം കേട്ടോ. ഇതാ കാണുന്നില്ലേ, ഇത് ഇവിടുന്നാണ് മുള പൊട്ടി വരുന്നത്. അപ്പൊ ഇത്ര വലുപ്പത്തിൽ പീസാക്കിയിട്ട് നടുക. രണ്ട് ചാക്കിലും നിറച്ച് ഞാൻ കാണിച്ചു തന്നതാ. ഒരാൾക്ക് കാണിച്ചു തന്നെ. അത് തന്നെ അതേപോലെ രണ്ടാമത്തെ ചാക്കിൽ കണ്ണല്ലോണം വേണം. എനിക്ക് കണ്ണില്ലാണ്ട് ഞാൻ നല്ലോണം ശ്രദ്ധിക്കല. എനിക്ക് കുറച്ച് കണ്ണിന് കാഴ്ച പോകും. രണ്ട് കപ്പയും നട്ടു. ഇന്നലെ ഒരു കപ്പ വിളവെടുത്തപ്പോ ഇന്ന് 2 കപ്പ നട്ട്. ഇന്നത്തെ ആവേശം കൊണ്ടാട്ടോ. നോക്കിയാ കാണിച്ചു തരാം. ഇവിടത്തിന്റെ പഴയത് ഇത് 2 മാസം മുമ്പ് നട്ടതാ. കണ്ടോ, നല്ല ഉഷാറായി. ഇത് കൊറേ ചപ്പിലിട്ട് ഇരുന്ന് പോയി. രണ്ടാമത് ഞാൻ ചപ്പിലൊക്കെ ഇട്ടതാ. ഇതിന് ഞാൻ പൊന്നാങ്കണ്ണി നട്ടതാ. ഇനി ഏതായാലും ഞാൻ നനക്കുന്നുണ്ട്. പൊന്നാങ്കണ്ണി കിട്ടിക്കോളല്ലോ വിചാരിച്ചിട്ട്. ഇവിടെ ഇത് ഒരു 4-5 മാസമായതാ. അങ്ങനെ നമുക്കിങ്ങനെ ഇടവിട്ട് നട്ടാലേ നമുക്ക് എപ്പോഴും കപ്പ കിട്ടും. കടയിലൊന്നും പോയി വാങ്ങണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടില്ലേ, കപ്പ നടുന്ന വീഡിയോ, കരിയിലത്ത് നറുക്കുന്നതൊക്കെ ഓരോരുത്തർ എന്നോട് പറയൂ. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് എത്രയോ ആൾക്കാർ കൃഷി ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.